ജനസംഖ്യാ വലുപ്പം, സൈസ് ഓഫ് പോപ്പുലേഷൻ. ജനസംഖ്യാ വലുപ്പം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു നിശ്ചിത സമയത്ത് ഒരു രാജ്യത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണത്തെയാണ് ആ രാജ്യത്തെ ജനസംഖ്യാ വലുപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണോ സെൻസസ് എടുക്കുന്നത്, എപ്പോഴാണോ ജനസംഖ്യ നോക്കുന്നത്, ആ ഒരു നിശ്ചിത സമയത്ത് ആ രാജ്യത്ത് താമസിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും എണ്ണത്തെയാണ് ജനസംഖ്യ എന്ന് പറയുന്നത്. ഈ ജനസംഖ്യയിൽ വരുന്ന മാറ്റം, ഘടനാപരമായിട്ടുള്ള സവിശേഷതകൾ, ഇവയെ വിശകലനം ചെയ്യുന്ന സാമൂഹ്യ ശാസ്ത്ര ശാഖയാണ് ജനസംഖ്യാശാസ്ത്രം, ഡെമോഗ്രഫി എന്ന് പറയും. അപ്പോൾ ഓരോ രാജ്യവും നിശ്ചിത ഇടവേളകളിൽ രാജ്യത്തെ ജനങ്ങളുടെ എണ്ണം, പ്രായം, ലിംഗം, സാമ്പത്തിക സാമൂഹിക അവസ്ഥ തുടങ്ങിയ വിവരങ്ങൾ ശേഖരിക്കുകയും വിശകലന വിധേയമാക്കുകയും ചെയ്യാറുണ്ട്. ഇതിനെയാണ് ജനസംഖ്യാ കണക്കെടുപ്പ് അഥവാ കാനേശുമാരി അല്ലെങ്കിൽ പോപ്പുലേഷൻ സെൻസസ് എന്ന് പറയുന്നത്. ഓരോ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്ത് താമസിക്കുന്ന ജനങ്ങളുടെ എണ്ണം അവരുടെ പ്രായമനുസരിച്ച്, സ്ത്രീ പുരുഷ അനുപാതമനുസരിച്ച്, സാമ്പത്തിക സാമൂഹിക അവസ്ഥ അനുസരിച്ച് സ്ഥിരമായിട്ടൊരു നിശ്ചിത കാലയളവ് വരുമ്പോൾ അതിൻ്റെ ഒരു എണ്ണം എടുക്കാറുണ്ട്. അവയെ കാനേശുമാരി അല്ലെങ്കിൽ പോപ്പുലേഷൻ സെൻസസ് അല്ലെങ്കിൽ ജനസംഖ്യാ കണക്കെടുപ്പ് എന്നാണ് പറയാറുള്ളത്. ഇന്ത്യയിൽ ഇങ്ങനെ കാനേശുമാരി നടത്താൻ, ജനസംഖ്യാ കണക്കെടുപ്പ് നടത്താൻ വേണ്ടി ഒരു പ്രത്യേക ഓഫീസ് ഉണ്ട്. അതിൻ്റെ പേരാണ് പോപ്പുലേഷൻ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണറുടെ ഓഫീസ്. ഒന്നും കൂടി പറയുകയാണ്, പോപ്പുലേഷൻ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണറുടെ ഓഫീസാണ് ഇന്ത്യയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇന്ത്യയിൽ 10 വർഷത്തിലൊരിക്കലാണ് സാധാരണ രീതിയിൽ ജനസംഖ്യ കണക്കെടുപ്പ് നടത്താറുള്ളത്. അവസാനമായിട്ട് കണക്കെടുപ്പ് നടത്തിയിട്ടുള്ളത് 2011 മാർച്ച് 1 ഈ ജനസംഖ്യാ വിവരങ്ങളനുസരിച്ച് ഇന്ത്യയിൽ 121.02 കോടി ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. അതിൽ 58.65 കോടി സ്ത്രീകളും 62.37 കോടി പുരുഷന്മാരുമാണുള്ളത്.